ഇന്ന് നമ്മൾ കൂളിംഗ് കോയിലിൻ്റെ ക്ലീനിങ് അല്ലെങ്കിൽ റേഡിയേറ്ററിൻ്റെ കോയിൽ ക്ലീനിങ് ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ വലുതായിട്ട് അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം വെറുതെ നല്ലതായിട്ടിരിക്കുന്ന സാധനം കുത്തി ഇളക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ കുത്തി നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യാത്തത്. പിന്നെ ഞാൻ ചെയ്യുന്ന 2-3 ടിപ്സ് പറഞ്ഞുതരാം. ഒന്ന്, നോർമൽ വാഷിംഗ് ടൈമിൽ തന്നെ പ്രഷർ വാഷറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഷർ അല്പം കുറച്ചിട്ട് വെള്ളം ചീറ്റിച്ച് കണ്ടൻസർ ഫുള്ള് ക്ലീനാക്കും, അല്ലെങ്കിൽ കൂളിംഗ് കോയിൽ ഫുള്ള് ക്ലീനാക്കും. വാഷർ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നോർമൽ പൈപ്പ് വെള്ളം വെച്ച് ജസ്റ്റ് ഒന്ന് പ്രഷർ ചെയ്ത് അതിനകത്ത് അടിച്ചു കൊടുത്താൽ മതി. അപ്പം ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നൊരു ടിപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അതാണ്, ഇതിനകത്ത് നമ്മുടെ കാർ ഷാമ്പു മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടി വാഷ് ചെയ്യുന്ന സമയത്ത് ഗ്രില്ലിനിടയിൽ കൂടെ ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഈ ഒരു ബോട്ടിൽ ഫുള്ള് ഞാൻ അതിനകത്ത് സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ നോർമൽ പൈപ്പുകൾ യൂസ് ചെയ്തതിന് അടിച്ച് കളയുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്നുള്ള അത്യാവശ്യം ഒരു 50% അഴുക്കുകളും കാര്യങ്ങളും പോവും. ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പം അല്ലാതെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇതിനകത്ത് വലിയ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ചെയ്യേണ്ടതെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഈ 2-3 ടിപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ പ്രഷർ വാഷർ യൂസ് ചെയ്യുന്നവർ ഹൈ പ്രഷറിലിട്ട് ഇതിനകത്ത് അടിച്ച് കളയരുത്. അടിച്ച് കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ കീറിപ്പോവും. അതൊരുമാതിരി കട്ടി കുറഞ്ഞ എന്തോ ഒരു മെറ്റീരിയലാണ്. എന്ത് മെറ്റീരിയലാണെന്ന് എനിക്കും അറിയത്തില്ല, എന്തൊക്കെ ടെക്നിക്കൽ നെയിമുണ്ട് അറിയില്ല. നമ്മൾ അറിഞ്ഞൂടാത്ത കാര്യം അറിഞ്ഞൂടാന്ന് തന്നെ പറയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ടെക്നിക്കൽ നെയിം അറിയാമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ഇടുക. എനിക്കും പഠിക്കാൻ പറ്റും, ബാക്കിയുള്ളവർക്കും പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു സാധനം നേരത്തെ ഇളക്കിയെടുത്തായിരുന്നു ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പം അത് നമുക്ക് തിരിച്ച് കുത്തിക്കയറ്റാം, മീൻസ് തിരിച്ച് റീഫിക്സ് ചെയ്യാം. വെള്ളമൊക്കെ അടിച്ച് വൃത്തിയാക്കി ഷാമ്പൂ ഒക്കെ അടിച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പല യൂട്യൂബ് ചാനലിലും കണ്ടൊരു കാര്യമാണ് ആൽക്ലൈൻ ബേസ്ഡ് ലിക്വിഡ് വെച്ചിട്ട്, ലൈക്ക് ടെറാ ക്ലീൻ അങ്ങനെയൊക്കെയുള്ള ബ്രാൻഡിൻ്റെ സാധനങ്ങൾ വെച്ചിട്ട് ക്ലീൻ ആക്കുന്നത്. നമ്മുടെ വീട്ടിൽ AC ഒക്കെ ഉള്ളവർക്ക് അറിയാം, അതിൻ്റെ കൂളിംഗ് കോയിൽ വൃത്തിയാക്കത്തില്ല. അപ്പം അത് പല ആൾക്കാരും പറഞ്ഞേക്കുന്ന ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ദ്രവിച്ചു പോകും. ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ദ്രവിച്ചു പോകുന്നൊരു പല കമൻസിലും കണ്ടായിരുന്നല്ലോ. അപ്പം സോ ദാറ്റ്സ് വൈ ഞാനത് യൂസ് ചെയ്തില്ല. കാരണം ഇതിൻ്റെ വില വരുന്നത് 12,000-11,000 രൂപ എന്തോ ആണ്. അതുകൊണ്ട് ഞാൻ ആ പണിക്ക് മുതിർന്നില്ല. അപ്പോൾ റീസെറ്റ് ചെയ്യാനായിട്ട് പോവാം. അപ്പം വർക്ക് അല്പം എളുപ്പമാക്കാനായിട്ട് ഞാൻ എൻ്റെ റാച്ചറ്റ് സെറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതില്ലാന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, ഞാൻ ഇളക്കിയ സമയത്തുള്ള ടൂൾ കിറ്റ് വെച്ച് നിങ്ങൾ സെറ്റ് ചെയ്യാം. ഇത് ഞാനിപ്പം വർക്ക് എളുപ്പമാക്കാൻ വേണ്ടി അതെടുത്തത്. അപ്പം മുകളിൽ 4 റബ്ബർ ഞാൻ വെട്ടിയിട്ടിട്ടുണ്ട്. ഓക്കെ, റബ്ബർ എന്തിനാണ് ഇടുന്നതെന്നുള്ളത് കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു, വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഭാഗത്തും താഴ്ഭാഗത്ത് നേരത്തെ ഇട്ടായിരുന്നു. ഇനി ഇടുന്ന സമയത്തും അത് വീണ്ടും ബാക്കി താഴ്ഭാഗത്ത് ഇടണം. അപ്പം നമ്മളപ്പം ആദ്യം ബമ്പർ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ടോപ്പിൽ, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ കണക്ക് ടോപ്പിൽ ജസ്റ്റ് വെച്ചതിന് ശേഷം ഈ 2 സേഫ്റ്റി ലോക്കാലായിട്ട് ഇടുന്നു. അതിനുശേഷം ബമ്പറിൻ്റെ സൈഡ് വലിച്ചിടുന്നു. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ബമ്പർ കൊണ്ട് വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ബമ്പർ ഇതേ ടോപ്പ് ഭാഗം കയറ്റി വെച്ചു, ലോക്ക് ചെയ്തിട്ടില്ല. നമുക്കിത് പ്ലാസ്റ്റിക് ക്ലിപ്പ് എടുത്ത് ഇപ്പം പുഷ് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ ലോക്ക് ചെയ്യാം. ഓക്കെ, ആ ഭാഗം ലോക്ക് ചെയ്തു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഈ ഭാഗം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ, ആ ഭാഗം ലോക്ക് ചെയ്തു. ഇനിയാണ് നമുക്ക് ബമ്പർ പിടിച്ചിടേണ്ടതും കാര്യങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, നമുക്കപ്പം അതിലോട്ട് പോകാം. ഈ വീലാർസിൻ്റെ ക്ലാഡിങ്, പ്ലാസ്റ്റിക് ക്ലാഡിങ് അല്ലെങ്കിൽ മഡ് ക്ലാഡിങ് വരുന്നത് ഇതിനകത്തോട്ട് തന്നെ ബമ്പർ ലോക്കിൻ്റെ ഈ ഭാഗത്ത് അകത്ത് കയറണം. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പിടിച്ചിടണം. പുഷ് ചെയ്ത് പിടിച്ചിട്ടാൽ മതി.
അപ്പോൾ നമുക്കിനി ബമ്പർ നട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യാം. അപ്പം 4 ടോപ്പിൽ വരുന്നത്. ഇവിടെ നിന്ന് അവിടെ ഒരെണ്ണം, അതിൻ്റെ അടുത്ത് ഇപ്പുറത്തൊരെണ്ണം. ഇതെല്ലാത്തിലും ഞാൻ റബ്ബർ അടിച്ചിട്ടുണ്ട് അടിയിൽ, സ്ക്രാച്ച് ആവാതിരിക്കാൻ അല്ലെങ്കിൽ തുരുമ്പെടുക്കാതിരിക്കാൻ. അപ്പോൾ ഇനി നമുക്കിതിൽ നെട്ടിടാം. ഓക്കെ, നെട്ടിടുമ്പോഴത്തേക്ക് എപ്പോഴും ഗ്രീസ് അപ്ലൈ ചെയ്യുക. അതാകുമ്പോഴത്തേക്കും ഒന്നും തുരുമ്പ് എടുക്കത്തില്ല. പിന്നെ അതല്ല, ഇടാനും ഇളക്കിയെടുക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ, ഇത് തിരിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുന്നതിന് മുന്നേ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ നോക്കി, ഈ ഭാഗത്തോ ഈ എൻഡിലോ ഗ്യാപ്പ് ഉണ്ടോ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ആ ഗ്യാപ്പ് ഉണ്ട്, ഇപ്പോൾ എനിക്ക് ഗ്യാപ്പില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അകത്തോട്ട് പുള്ളി ചെയ്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്യാപ്പൊക്കെ അടഞ്ഞ് അങ്ങനെ ഇരുന്നോളും. ചില വണ്ടിയിൽ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ ചില ഗ്യാപ്പുകൾ ഫീൽ ചെയ്തതാണ്. അപ്പം 1 നെട്ട് ഇളക്കിയിട്ട് ഒന്ന് അകത്തോട്ട് പുള്ളി ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്യാപ്പൊക്കെ പൂർണ്ണമായും മാറില്ല, ഏറെക്കുറെ ക്ലിയർ ആയി കിട്ടും. നമുക്കപ്പോൾ ഇതിന് നെട്ട് ലോക്ക് ചെയ്യാം. ഈ 4 നെട്ട് ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് പറഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക്കാണ്, ഇത് പൊട്ടിപ്പോവും. ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഫൈബർ വെൽഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെൽഡ് ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ചെറിയൊരു പിടുത്തം കിട്ടുന്ന രീതിയിൽ മാത്രം ഈ 4 നെട്ടും ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് താഴ്ഭാഗത്ത് ടൈറ്റ് ചെയ്യാം. നമ്മൾ ബമ്പർ ഫിക്സ് ചെയ്ത സമയത്ത് കുറച്ച് പേർക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നിക്കാണും, ഞാൻ വെൽഡ് ചെയ്ത് വെച്ചിരുന്ന ഭാഗം ഫിക്സ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അയക്കോ ഇരിക്കുന്നതെന്നുള്ളത്. ഞാനത് മറന്നുപോയി. അപ്പം എന്തായാലും അതിന് മാറ്റമൊന്നുമില്ല, അത് പെർഫെക്റ്റായിട്ട് തന്നെയാണ് അതിരിക്കുന്നത്. ഇതാണ് ആ കാണുന്ന കമ്പി, അല്ലെങ്കിൽ ആ അയൺ പാർട്ട്. ഫോക്കസ് ആവുന്നില്ലല്ലോ. ഓക്കെ, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഒരല്പം വെളിച്ച കുറവുണ്ട്, ഗ്രില്ലിൻ്റെ ഇടയിൽ എടുക്കുന്നതുകൊണ്ടാണ്. നമുക്കിനി അടിയിലോട്ട് നോക്കാം. ഇതാണ് പാർട്ട്, കണ്ടോ, കറക്റ്റായിട്ടിരിപ്പുണ്ട്. നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പുള്ളോ പുഷോ ചെയ്യേണ്ട ആവശ്യം അങ്ങനെ ചെയ്തതിന് ശേഷം ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇരുന്നോളും. ഓക്കെ, 3 നട്ടും ബോൾട്ടും അതിൻ്റെ വാഷറെല്ലാം അവിടെ ഗ്രീസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അകത്ത് ഇൻസേർട്ട് ചെയ്യാം. ബമ്പർ നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്തു. ആ ഭാഗത്തൊരു സ്ക്രൂ വരുന്നുണ്ടായിരുന്നു, അതിട്ടു. അതുപോലെ തന്നെ അപ്പുറ സൈഡും സ്ക്രൂ വരുന്നുണ്ടായിരുന്നു, അതും നമ്മളിട്ടു. ഓക്കെ, പിന്നെ അടിയിലത്തെ 5 നട്ട് ഇട്ടു. മുകളിലത്തെ 4 നട്ട്, 2 പ്ലാസ്റ്റിക് ലോക്ക്, ഇത്രയും ഭാഗങ്ങളാണ് ഇട്ടത്. ഓക്കെ, അപ്പം പെർഫെക്റ്റായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാമ്പിൻ്റെ ബൾബിളാക്കി മാറ്റിയായിരുന്നു. അപ്പോൾ അത് ബമ്പർ റീഫിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കണക്ഷൻ കൊടുത്തതിന് ശേഷം ബാറ്ററി നെഗറ്റീവും കൊടുത്തതിന് ശേഷം ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കുക. വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി നെഗറ്റീവ് മാറ്റിയതിന് ശേഷം തിരിച്ച് ബമ്പർ റീഫിക്സ് ചെയ്യുക. ഓക്കെ, പാനൽ ഗ്യാപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പാനൽ ഗ്യാപ്പോ കാര്യങ്ങളൊന്നുമില്ല, അതെല്ലാം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില വണ്ടികളിൽ ഈ ബോണറ്റ് അടയ്ക്കുന്ന സമയത്ത് ഇവിടെ നിന്നൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. ഞാനത് ബോണറ്റ് അടച്ചിട്ട് കാണിച്ചു തരാം. അടച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഗ്യാപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതിപ്പം ഒരല്പം ഗ്യാപ്പുണ്ട്, കാരണം ഇത് ഞാൻ ഇങ്ങോട്ടിറക്കി വെച്ചിട്ടാണ് നട്ട് ടൈറ്റ് ചെയ്തത്. ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ വന്നതുകൊണ്ട് അപ്പം അതൊന്ന് ലെവലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടിറക്കി വെച്ചു. അപ്പോൾ അതിന് ബോണറ്റ് ഒന്നും കൂടെ ഓപ്പൺ ആക്കി അത് സൈഡൊന്ന് നോക്കിയതിന് ശേഷം വീണ്ടും വന്ന് ഞാനത് റീഫിക്സ് ചെയ്യും. പിന്നെ ചിലവർക്ക് ഇതിപ്പം അടഞ്ഞിരിക്കുകയാണ്, അപ്പം നല്ലൊരു ഗ്യാപ്പ് ഇതിൽ വലുതായിട്ട് ഫീൽ ചെയ്യും. അപ്പം അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം, അതെങ്ങനെ നമുക്ക് തന്നെ നോക്കാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ബമ്പറും ബോണറ്റ് ഹുഡുമായിട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ BS4 വണ്ടി ആയിക്കോട്ടെ BS6 വണ്ടി ആയിക്കോട്ടെ ഇതുപോലെ 2 ഹുഡ് ബുഷ് കാണും. ഹുഡിൻ്റെ താഴെ വരുന്നത് ഈ ഒരു ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസും തിരിക്കാൻ പറ്റുന്ന 2 ഈ ബുഷ് കാണും. ഓക്കെ, ഇത് നമുക്ക് ഗ്യാപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ബുഷ് ക്ലോക്ക് വൈസിൽ ചരിക്കുക. ഓക്കെ, ക്ലോക്ക് വൈസിൽ കറക്കുക. ഗ്യാപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഇതുമായിട്ടൊന്ന് കോമ്പൻസേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു
ഫ്ലോയിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചതിന് ശേഷം അടച്ചു നോക്കുക. അത് ഒരു 2-3 പ്രാവശ്യം ചെയ്താൽ മാത്രമേ ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടയക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഹിഞ്ച് ഇളക്കിയിട്ട് ഇതിനകത്തൊക്കെ ഞാൻ റബ്ബർ ബൂഷ് അടിച്ചിട്ടുണ്ട്, ഗ്രീസിട്ട്. കാരണം ആ ഭാഗത്തൊക്കെ തുരുമ്പുണ്ടായത്. എന്തായാലും മെനക്കെട്ടു 3-4 ദിവസം, 3-4 ദിവസമല്ല, ഒരു 1 വീക്കോളം മെനക്കെട്ടു. കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് 2 ദിവസം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വെൽഡ് ചെയ്ത് കിട്ടാനൊക്കെ താമസിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ റേഡിയേറ്ററിലുണ്ടായിരുന്ന കൂളിംഗ് കോയിലുണ്ടായിരുന്ന മണ്ണും പൊടിയൊക്കെ ഞാനെടുത്ത് കളഞ്ഞായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ. വലിച്ചു നീട്ടുന്നില്ല, കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. കണ്ടു നോക്കുക. വീഡിയോയിൽ എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങളത് മെൻഷൻ ചെയ്യുക കമൻറ്റ് ബോക്സിൽ. എന്നാൽ മാത്രമേ എനിക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. പിന്നെ എനിക്ക് അറിയാത്ത കുറച്ച് പേരുകളും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ കൂളിംഗ് കോയിലിനൊക്കെ വരുന്ന ഭാഗങ്ങൾക്ക് എന്ത് പേരാണ് പറയുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഹാവ് എ പ്രൊഡക്റ്റീവ് ഡേ. സൈനിങ് ഓഫ് ആകർഷ ഷോക്ക്. A few moments later. പോലെ ഒരു ചെറിയ ടിപ്പ് കൂടിയുണ്ട്, അതുകൂടെ പറഞ്ഞു തരാം. ഇനിയിപ്പം കുറച്ച് മാസത്തേക്ക് വേനൽക്കാലമായിരിക്കും. അപ്പം വണ്ടി വീട്ടിലൊക്കെ മൂടിയിട്ടിട്ട് പോർച്ചില്ലാത്ത ആൾക്കാരൊക്കെ കാണും, കവറൊക്കെ ഇട്ട് മൂടിയിട്ടേക്കുന്ന ആൾക്കാർ കാണും. അവരോടാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വൈപ്പർ ബ്ലേഡ് ഊരി വെച്ചതിന് ശേഷം വണ്ടി മൂടിയിടുക. ഓക്കെ. ഇനി അതല്ല, നിങ്ങൾക്കതിന് വയ്യാന്നുണ്ടെങ്കിൽ തുണി എന്തെങ്കിലും എടുത്ത്, നിങ്ങളുടെ മുണ്ടോ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും തുണി എടുത്ത് ഗ്ലാസ്സിനും വൈപ്പർ ബ്ലേഡിനും ചേർത്ത് ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട്, ഓക്കെ, ഇപ്പം എൻ്റെ കൈ തുണിയാന്ന് വിചാരിക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വൈപ്പർ ബ്ലേഡ് പിടിച്ച് ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പം ഗ്ലാസും വൈപ്പർ ബ്ലേഡായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാതെ വരും. ഓക്കെ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ വെളിച്ചം നേരെ അടിച്ച് കയറുന്ന ഗ്ലാസ്സിലോട്ടാണ്. ഓക്കെ. നിങ്ങൾ വണ്ടി മൂടിയിട്ടാലും ഇല്ലയെന്നുണ്ടെങ്കിലും വണ്ടിയുടെ ബോഡി ചൂടാവും, കാരണം ചൂടടിച്ച് ചൂടാവും. അപ്പം ആ ചൂട് കൊണ്ട് വൈപ്പർ ബ്ലേഡ് ഹാർഡാവും. റബ്ബറാണ്, സിന്തറ്റിക് റബ്ബറാണ്, ഫ്രെയിംലെസ് വൈപ്പർ വരുന്നത് സിന്തറ്റിക് റബ്ബറാണ്, ഹാർഡാവും. അതിപ്പോൾ നമ്മൾ എന്തൊക്കെ കടന്ന് തലകുത്തി പിടിച്ചാലും ഹാർഡാവും. ഓക്കെ. അപ്പം ഇങ്ങനെ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈപ്പർ ബ്ലേഡ് ഊരി വയ്ക്കാം. ഓക്കെ. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇതിപ്പോൾ ഫുള്ള് പൊടി പിടിച്ച് കിടക്കുവാണ്, ഇതിപ്പോൾ വാട്ടർ സർവീസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് പോകാനായിട്ട് നിൽക്കുവാണ്. അതുപോലെ തന്നെ വൈപ്പർ ബ്ലേഡിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ്. മൺസൂൺ ടു മൺസൂണാണ് എല്ലാ വൈപ്പർ ബ്ലേഡ്സിനും എല്ലാ മാനുഫാക്ചറും കാലാവധി പറയാം. നമ്മളത് 3 വർഷം 4 വർഷം ഞാൻ വലുതായിട്ട് കിലോമീറ്റർ ഓടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇട്ടേക്കും. പണി കിട്ടാൻ പോകുന്ന എന്തെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് രാത്രി സമയം വണ്ടി ഓടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ മഴയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തേങ്ങാ പിണ്ണാക്കും കാണാൻ പറ്റില്ല. മീൻസ് ഓപ്പോസിറ്റിൽ നിന്ന് ലൈറ്റോടെ കയറി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. ആ ഒരു വേഡ് യൂസ് ചെയ്തതിനോട് ക്ഷമ ചോദിക്കുന്നു, കാരണം പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഓക്കെ. ദെൻ മാറ്റുക. ഈ കിടക്കുന്ന പവർ എക്സിൻ്റെ വൈപ്പറാണ്. 380-400 രൂപയ്ക്ക് താഴെ എന്തോ ഉള്ളൂ. നൈറ്റ് ഡ്രൈവ്, വെളിച്ചം കുറവാണ് ടിയാഗോയ്ക്ക്. ഓപ്പോസിറ്റ് വെളിച്ചോടെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് കഴിയുമെങ്കിൽ മാറ്റുക. പിന്നെ പലരും പറയുന്നത് വൈപ്പർ ബ്ലേഡ് മാറത്തേയില്ല, മാറാതിരുന്നിട്ട് ഗ്ലാസ്സിൽ എന്തോ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണെന്നൊക്കെ പറയും. ഗ്ലാസ് വർഷത്തിലൊരിക്കലെങ്കിലും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. 3M ലിക്വിഡ് യൂസ് ചെയ്യാൻ നമുക്ക് തന്നെ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ 300-400 രൂപത്തുള്ളവർ ആസിഡ് പോലത്തെ എന്തോ മെറ്റീരിയൽ വെച്ചിട്ട് ക്ലീൻ ആക്കി തരും. അതിൻ്റെ പേരെന്തെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ഇന്നലെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. നമ്മുടെ ഒരു ഫ്രണ്ട് അർജുൻ മലപ്പുറത്ത് ഡീഹോക്ക് എന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽ ഷോപ്പുണ്ട്. ഞാൻ എൻ്റെ കാറുമായി അവിടെ ചെന്ന സമയത്ത് അവൻ എനിക്കത് ചെയ്ത് തന്നെയാണ്. പൈസ ഒന്നും വാങ്ങിച്ചില്ല, ഞാൻ ചോദിച്ചതാണ്. പിന്നെ ഇത്രയും മെനക്കെട്ട് പോയതുകൊണ്ട് ഞാനും പിന്നെ കൊടുക്കാൻ നിന്നില്ല. അപ്പം അവനെ ഓസി അളിയാ ഒന്നും തോന്നരുത് പറഞ്ഞതിൽ. അപ്പം മലപ്പുറം സൈഡ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുക, അവനത് ചെയ്തു തരും. എത്രയാണെന്ന് വെച്ചാൽ എമൗണ്ട് അവന് കൊടുക്കുക. ഓക്കെ. അപ്പോൾ വീണ്ടും ഒന്നും കൂടി സൈനിങ് ഓഫ് ആകർഷ ഷോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ ബൈ.